ഹലോ മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഏജ് കേട്ടോ. ഞാനിതവിടെ കാസർഗോഡ് ഭാഗത്തുണ്ട്. നമുക്കിവിടെ ഡെലിവറി നമ്മുടെ കൂടെ ഇപ്പോൾ അനസ് ഡ്രൈവറായിട്ടുണ്ട് നമ്മളെ കമ്പനിത്തെ. പിന്നെ ഞാനുണ്ട്. അപ്പം ഞങ്ങൾ മാറി മാറി ഓടിക്കലാണ് ഇനി പരിപാടി. അതുപോലെ സാധനങ്ങൾ നമ്മളെ സ്പോട്ടിൽ കറക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാസർഗോഡത്തെ കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് ഇന്നെ വീഡിയോയിൽ കാണാൻ പറ്റുക. അപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, നമുക്ക് ഞാൻ കാണുന്ന കാഴ്ചകളെ നിങ്ങൾ കാണുള്ളൂ. അപ്പം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ കാസർഗോഡത്തെ വെയിൽ, പ്രകാശം പരക്കണത് കണ്ടില്ലേ? അപ്പുറപ്പുറം കാട്, എന്ത് മനോഹരമായ ആകാശം. കണ്ടില്ലേ? ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് അതാ കണ്ടോ? അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ നല്ല നല്ല ഫുഡ് സ്പോട്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്പോട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വല്ലാണ്ട് പ്രതീക്ഷിക്കണ്ട. എന്താണ് സ്ഥലക്ക് പറയാനുള്ളത്? കിട്ടുന്നിടത്ത് കയറ. നോമ്പായതിൻ്റെ ഈ പ്രാവശ്യം നമുക്കൊന്നും കിട്ടൂല. നോമ്പ് തുറക്കേണ്ട ടൈം ആകുമ്പോൾ കാസർഗോഡ് വന്നിട്ട് അവർ മിൽക്ക് അടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഷോപ്പ് തുറക്കണ്ടേ, നോമ്പായോണ്ട് അല്ലേ? എന്താണ്? അപ്പോൾ ഗേയ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ കൂടുതലിങ്ങനെ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടില്ലേ നല്ല മനോഹരമായ കാഴ്ചകൾ. ഹായ്, മണ്ണൊക്കെ എടുത്ത് മലകിടിച്ചിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകൾ. കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഷോപ്പ് ഇറക്കിയത് എവിടെയാണ്? ഫസ്റ്റ് ഷോപ്പ് ഇറക്കി നമ്മൾ ഉപ്പള. അപ്പോൾ അവിടെ ഇറക്കിയത്. ഇവിടെ കണ്ടില്ലേ ഈ റോട്ടിൽ പ്രത്യേകത നോക്കുക, ആൾക്കാർ കുറവാ. കാരണം എന്താണെന്നറിയില്ല, ചൂട് കാരണം പരമാവധി ആൾക്കാർ കുറവാണ്. നമ്മൾ പിന്നെ നോമ്പ് കാലവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഷോപ്പും കാര്യങ്ങളും അധികം ഇവിടെ ഇല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസം കാണാൻ. ചുവന്ന മണ്ണെടുത്ത പ്രത്യേകത അല്ലേ? ലാൻസേ ചുവന്ന മണ്ണും ചൂടുള്ള കാറ്റും, എന്താ ഒരു വൈബ് ഗൈസ്. ചൂട് കാലത്ത് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ എ സി ഇല്ല, വെറുതെ ഫാൻ മാത്രമേ ഉള്ളൂ. എ സി ഉള്ള വണ്ടിയിലാണെങ്കിൽ ഓക്കെ, ഗുഡാണ്. അത് ഈ മഹേന്ദ്ര, ഇതേതാ കമ്പനി? മഹേന്ദ്ര അല്ലേ? ഈ മഹേന്ദ്ര കമ്പനി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ഡ്രൈവർമാർക്ക് ഒരു പ്രത്യേകിച്ച് എ സി സെറ്റ് ചെയ്യുക, ഫാനൊക്കെ ഒഴിവാക്കട്ട. അല്ലേ? അന്നെന്താ അഭിപ്രായം? എ സി എന്തായാലും മഹേന്ദ്ര നമ്മളെ ഈ വണ്ടിയിൽ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഫാനിട്ട് ചൂടെടുത്ത് പോയിട്ട് ഞങ്ങളാകെ ക്ഷീണിതരാവേ. ഇനിയിപ്പോൾ എ സി ഇറങ്ങണ്ടാവും. ചിലപ്പോൾ നമ്മളെ കമ്പനി നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവുക. എ സി ഇറങ്ങണില്ല. അപ്പം നമ്മളെ കമ്പനി ഒന്നും പറ്റിച്ചില്ല. അപ്പോൾ നിങ്ങൾ മഹേന്ദ്രയുടെ കമ്പനി എന്തായാലും ഇത് പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങൾ വലിയ വണ്ടിയിലൊക്കെ ഉണ്ടല്ലേ, വലിയ ലോറിലൊക്കെ അല്ലേ? പുതിയ ഇറങ്ങുന്ന ലോറിലൊക്കെ എ സി ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ വണ്ടിയിൽ നിങ്ങൾ ഇറക്കാനുള്ള ഒരു സംവിധാനം നോക്കുക. കാരണം പിന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് ബാക്കിലേക്ക് എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും കൂടി പോകി ഒന്നുകൂടി ഒന്ന് വലിപ്പാക്കുക അല്ലേ? ആ സെറ്റപ്പിൽ ഇറക്കിയ ഒരാൾക്ക് കിടക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ഈ ബാക്കിൽ ഒന്നും കൂടി അവിടുന്ന് വലുതാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉപകാരമായി ഡ്രൈവർമാർക്ക്. നമ്മൾ രണ്ടാൾ പോകുമ്പോൾ ഈ സീറ്റിൽ ബെൻഡാക്കിയിട്ട് അങ്ങ് കഴിഞ്ഞാൽ ഒരാൾ കിടക്കുക, മറ്റാളവിടെ സീറ്റുമ്പോൾ ചാരി കിടക്കും. വളരെ 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 നമുക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണൊക്കെ. മനസ്സിലായില്ലേ അല്ലേ? നോക്കൂ ഗൈസ്, നല്ല വിശാലമായി പരന്നെടുക്കുന്ന പറമ്പ്, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഏതൊക്കെ ചുറ്റോറം പറമ്പ് കാര്യങ്ങളാട്ടാ.
ഇതാ വീടുകൾ വീടാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ വീട് പൊന്തി വരുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ അങ്ങനെ വീതി വിശാലമായിട്ട് കിടക്ക് പരന്ന് കിടക്കുക. റോഡൊക്കെ കണ്ടില്ലേ. നമ്മളിപ്പോൾ എവിടെ പോയ ഫീലിംഗ് എടാ, നമ്മളൊരു എവിടെ പോയ ഫീലിംഗ് ഇത് കാണുമ്പോൾ? ഒരു ബാംഗ്ലൂർ ഉള്ളേരിയ ഒക്കെ മറ്റേ ഉള്ളേരിയ പോയ ഒരു ഇതില്ലേ അങ്ങനത്തെ ഒരു ഇത്. നമ്മുടെ ഇവരെ ചാനലൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഈ ബുൾജെറ്റില്ലേ, അവർ ചാനലൊക്കെ നമ്മൾ ലോങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മറ്റേ മഹാരാഷ്ട്ര അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വിശാലമായിട്ട് പറമ്പുണ്ടാവും, ഇതുപോലെ വഴിയിരിക്കും. ബട്ട് കുറച്ച് വീടുകളും കുറച്ച് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. മക്കൾ ഗൈസ് സ്കൂളൊക്കെ ഓപ്പൺ ആട്ടാ. കുട്ടികൾ കളിക്കാനില്ലേ അങ്ങോട്ടൊക്കെ ഹായ് അങ്ങനത്തെ കണ്ടില്ലേ. ഈ വെയിലത്ത് അവരിന്ന് കഷ്ടപ്പെടുകയാണ്, കളിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ സൗണ്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും, കാരണം നല്ല കാറ്റടിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞങ്ങൾക്ക് പാട്ടില്ലാണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള മൂടിട്ടൂല. അതാണ് കേസ്. അവിടെയാണ് അൻസിന്റെ പോയിന്റ് ഇല്ല അൻസേ. ഞാനെന്താ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്റെ മുഖം കാണില്ലാന്ന്. സത്യം പറഞ്ഞാൽ ഇന്റെ മുഖം കണ്ട് നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇന്റെ മുഖം കാണിക്കാതെ. ഇപ്പൊ സംഭവം കണ്ടില്ലേ, അങ്ങനെ യാത്രയിലാണ്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇരിക്കും, ഓൻ ഇങ്ങോട്ട് ഇരിക്കും, അങ്ങനെയൊക്കെ തന്നെ. രാത്രി നേരത്തെ എത്തി കുറച്ചു നേരം ഉറങ്ങി, അവൻ്റെ ഉറക്കക്ഷീണൊക്കെ കണ്ട് പോയി കിട്ടി. ഈ സംഭവം പെട്ടെന്ന് 11 ഷോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഇറക്കി പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മൾ നാട്ടിലെത്താനുള്ള ഒരു ടെൻഡൻസി അങ്ങനെയൊക്കെ അത് പറഞ്ഞോ. വിശാലമായിട്ട് കിടക്കണം ഇവിടെ. പറമ്പ് മതിലൊക്കെ കെട്ടി വീടൊന്നുമില്ല, വിശാലമായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങൾ. ഷോപ്പ് അതുപോലെ ഷോപ്പ് അങ്ങനെ വിശാലമായിട്ട് ഇതാ പള്ളിയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നിശബ്ദത ആയിട്ടുള്ള ഒരു ഏരിയ പോയാൽ അധികം ആൾക്കാരെ കാണാനില്ല. ഇനിയിപ്പോ വീട്ടിലായതുകൊണ്ടായിരിക്കാം ഉള്ളേരിയ കേട്ടാ. ഇതേത് സ്ഥലം വീടാ? ബദരിക്ക അങ്ങനത്തെ എന്തൊരു സ്ഥലമാണ് ഗൈസ്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കണ്ടില്ല, ശബ്ദതായിട്ട് കിടക്കാണ്. അതൊരു മൂഡ് ഓഫ്. അങ്ങനെ നല്ല ചൂടാട്ടാ, നല്ല ചൂടാ. നിങ്ങളവിടെ ഏതൊക്കെ സ്ഥലത്ത് ചൂട് കൂടുതൽ ആക്കൊന്ന് കമന്റ് ഇട്ടോട്ടാ. ഓക്കെ നോക്കൂ, അങ്ങോട്ട് മല തൊക്ക കണ്ടില്ലേ. എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുന്നത്. കണ്ടില്ലേ, അപ്പുറം ഇപ്പുറം നല്ല പച്ചപ്പ് പിടിച്ച മരങ്ങളും കാടുകളൊക്കെ ആയിട്ട് അതൊരു രസം. അതുപോലെ ഇത് അങ്ങ് നോക്കൂ, കണ്ടില്ലേ, മനോഹരമായ കാഴ്ചകളെ ഇവിടെ ആ കാഴ്ചകളൊന്നും കാണിക്കാൻ കഴിയേ. അപ്പുറം ഇപ്പുറം കാടാണ് കേസ്, കാണില്ല. അതുകൊണ്ടാണ് കേസ് ഇടക്കിടക്ക് കാണാം, ശ്രദ്ധിച്ചു നോക്കണം. എന്റെ വീഡിയോ കേട്ടോ, കാണില്ലട്ടാ. ഞങ്ങളിപ്പോ കേട്ടം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കാണാൻ കുറച്ച് വളരെ ബുദ്ധിമുട്ടാണ്. മനോഹരമായ കാഴ്ചകളാണ്. മനോഹരം. കുടിവെള്ളമാണ് ഇപ്പൊ വണ്ടിയിലോണ്ട്. വെള്ളത്തിന് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ നമുക്ക് ഉള്ളേരിയയിൽ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. നോക്കിയത് എന്താ സംഭവം എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോ. ഇത് നമ്മളെ പഴയ ബസ് സ്റ്റോപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇതാ നല്ല മനോഹരമായ ഓടിട്ട ഒരു ചെറിയൊരു പീടിയുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പഴയൊരു ഷോപ്പുകളും പഴയൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് നല്ല അടിപൊളി മണ്ണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ അവിടെ ഇവിടെ ആയിട്ട് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഉള്ളേരിയ കൂടെ വന്നിട്ട് ഇപ്പോൾ ഇതാ ഹൈവേക്ക് കയറിയിട്ടുണ്ട്. ഹൈവേ NH66 കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസ് റോഡ് പോയിട്ടിരിക്കുന്നത്. മരത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ,
സർവീസ് റോഡ് പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ലൈനായിട്ട് പോകണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ കർണാടകത്തിലൊക്കെ എഴുതിയിട്ടുള്ള വോയിസ് അതിലെ പണിയൊക്കെ നടക്കുന്നു. ഗേസ് നോക്കൂ, ഞങ്ങളിതാ ഹൈവേ കയറി. നല്ല ഹൈവേയുടെ ലുക്ക്, എന്താ രസം, എന്ത് മനോഹരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നു ഗേസ്. എത്ര പെട്ടെന്ന് പണി നിർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കണ്ടില്ലേ? റോഡ് ടാറിങ് കഴിഞ്ഞ് ഡെബ്രൈസ് കഴിഞ്ഞ് വര കഴിഞ്ഞ് എന്ത് സ്മൂത്താ പോണത്. ആഹാ, ആ ബൈക്കാരെ കണ്ടില്ലേ? അവരൊക്കെ പെടക്കണ പെട കണ്ടില്ലേ? എന്താണ് ഗേസ്. വലിയ ലോറിന്റെ പോലെ സെൻട്രിൽ കൂടെ പോയി എന്താ പറയുന്നത്. ഇങ്ങനെ പരന്ന് വിശാലായി കിടക്കും. ചില ഭാഗത്തൊക്കെ ശരിയാണ്, ചില ഭാഗത്ത് ശരിയല്ല. റോഡൊക്കെ കണ്ടില്ലേ? കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെ വരക്കാനും പണിയൊക്കെ ഉണ്ട്. ഗേസ് ഞങ്ങൾ അടുത്ത സർവീസ് റോഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അമാരെ ഇത് നോക്ക്, കാസർഗോഡ് സെൻട്രലിൽ നമ്മളെ കാസർഗോഡ് സൈഡ് ഭാഗത്തേക്ക് കണ്ടില്ലേ? ഭാഗണ്ട. അപ്പൊ നമ്മള് കാസർഗോഡ് വന്നിട്ട് കാസർഗോഡ് ഭാഷ പറഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അല്ലടാ, നീ മച്ചല്ലാനല്ലേ? നീ മുഞ്ചല്ലാനല്ലേ? നീ കാസർഗോഡിൽ എന്തെങ്കിലും പേസ് ഇങ്ങനെന്താക്കണേ? നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് വളർത്തണേ? നേരെ നോക്കിയത് ബ്ലോക്കാണ് ഭായി. ബ്ലോക്ക് അല്ലടാ, സിഗ്നലല്ലടാ, ബ്ലോക്കാണ്. ആംബുലൻസ് പോകണ്ടിട്ടാ. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലത്ത് ഞങ്ങളിപ്പോ എല്ലാ ഷോപ്പ് കുറച്ച് പകുതി ഷോപ്പ് ഇറക്കി. ഞങ്ങൾ അടുത്ത ഷോപ്പിക്ക് പോണ്. അടുത്ത ഷോപ്പ് വരാ കാഞ്ഞങ്ങാട് പോണ്. അപ്പൊ വെയിറ്റിങ്ങിലാണ്. ഇവിടെ സിഗ്നലാണ് ട്രാഫിക് പെട്ട് കിടക്കുന്നത്. കണ്ടില്ല? നമ്മളവിടെ ഏതാണ്ട് മെട്രോ ഗോൾഡ് അങ്ങനെ കുറെ ഷോപ്പെല്ലാം ഉണ്ട്. കണ്ടില്ലേ? അവരോട് ആൾക്കാർ നടന്നു പോണ്. ബിൽഡിങ് കണ്ട, ബസ് കണ്ട, ബോർഡ് നോക്കും. കണ്ടില്ല? ഭയങ്കര ചൂടിടാ, ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റണില്ല. ഭയങ്കര ചൂട്. എന്ത് ചൂട് എന്ന് പറഞ്ഞല്ലേ? ആള് പേർക്ക് കുളിക്കണം. ഒന്നും പറയാൻ പറ്റില്ല. ഈ ചെങ്ങായി ചാടി നോക്കി ഏത് പുറട്ടെ. ഇതാ ഗൈസ്, നോക്ക് ഗൈസ്. കോഴിക്കോട് 179 കിലോമീറ്റർ, കണ്ണൂർ 90 കിലോമീറ്റർ. ഇത് നോക്ക്, ബേക്കൽ കോട്ട 14 കിലോമീറ്റർ. ഞങ്ങളിത് പാറോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? അവിടെ കണ്ട മല പൊളിച്ചിട്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഇതിനെന്താ എന്തൊക്കെ ബുക്കുണ്ട്. പിന്നെ കണ്ട ഭംഗിയുള്ള കാഴ്ച, പാങ്ങുള്ള കാഴ്ച നോക്ക്. കണ്ടില്ല? മരം കണ്ട, മര അതിന്റെ ഇല കണ്ട, ചെടി കണ്ട. കണ്ടില്ലേ? ഇത് റോഡൊക്കെ എന്താണ് ഈ കാണുന്ന റോഡ്? അവിടെ ഇവിടെ ഒക്കെ പാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആഹാ, കണ്ടില്ല? നല്ല പാങ്ങുള്ള കാഴ്ച. എവിടുന്ന് കാണാൻ പറ്റും ഈ കാഴ്ച? കാസർഗോഡ് വന്ന കാണാം. കണ്ടില്ലേ? ഇതിന്റെ പാങ്ങുള്ള കാഴ്ച കാണാൻ. ഇല്ല അനസേ, കാസർഗോഡ് പാങ്ങുള്ള കാഴ്ച കാണാല്ലേ? ഓണിക്ക് ഇഷ്ടായി இந்த കാഴ്ച. കണ്ടില്ല? അന്ത കണ്ട റോട്ടിന് എന്തൊക്കെ പറക്കിക്കൊണ്ടു. വണ്ടി വേറെ നോക്കില്ല. എന്ത് തൂക്ക്. തെങ്ങ് കണ്ട, തെങ്ങിന്റെ അപ്പുറത്ത് പോയ കണ്ട, കാണിന്റെ പോയ. ഇത് പാലോ? ഇത് കാസർഗോഡ് വന്ന മാത്രം കാണാൻ പറ്റുന്ന പാലോ? ഇങ്ങോട്ട് വരണെങ്ങള്. കണ്ടില്ല? പോയ കണ്ട, അവിടെ നോക്കിയ വെള്ളം, അതിന്റെ അപ്പുറത്ത് മല കണ്ട. അത് കാസർഗോഡ് വരണം. കണ്ടില്ലേ? ഇപ്പറുണ്ട് അതുപോലെ. അങ്ങ് കടല്, ഇങ്ങ പോയ ഇങ്ങ് പാലോ. കണ്ടില്ലേ? എന്താ മജ്ജ. ഇത് പാറ്. കണ്ടില്ലേ? നല്ല നല്ല പാങ്ങല്ല സ്ഥലം. കണ്ടില്ല? ബേക്കൽ. ഈ സ്ഥലത്തിന്റെ പേര് ബേക്കലല്ല, ബൈക്ക്. എന്താ പേരിടാ? ബേക്കൽ. അങ്ങനെ ഇനിതാ കാഞ്ഞങ്ങാട് നേരെ. അപ്പൊ നമ്മള് കാഞ്ഞങ്ങാടുക്കാണ് പോണത്. ഇതിപ്പോ നമ്മള് അപ്പുറം കടല് കാണാം. പോകുമ്പോ അപ്പുറത്തെ സൈഡ് കടലുണ്ട്. പോകുമ്പോ കടല് കാഴ്ചയൊക്കെ കാണാം. പിന്നെ ഇത് കണ്ടില്ലേ? നല്ല 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 പാങ്ങ്. എന്താ എന്റെ പാങ്ങ്? എന്ത് എന്താ എന്റെ പാങ്ങ്? നല്ല പാങ്ങ്. ഉഷാറ്. നമ്മളിതാ നോക്കൂ, നമ്മളിപ്പോ കാഞ്ഞങ്ങാടല്ലേ.
ഇപ്പൊ ഷോപ്പ് ഇറക്കി കാഞ്ഞങ്ങാട് നടത്ത ഷോപ്പിക്ക് പോണ് അല്ലേ. കാഞ്ഞങ്ങാട് നല്ല അടിപൊളി പള്ളി ഉണ്ടാ, പള്ളിയുടെ കുപ്പ ഉണ്ടാ, നല്ല പാങ്ങുണ്ട് കണ്ടില്ല. നോക്കൂ ഇവിടുത്തെ ഒരു മനോഹരമായ തിരക്കുകൾ കണ്ടില്ലേ. ആ ഒരു മരം കാണുന്നു, ഒരു പൈപ്പ്. ആഹാ ആൾക്കാർ നടത്തുന്നു. എന്ത് വാഴക്കൊലെ കണ്ടില്ലേ, അത് ലോട്ടോ നിർത്തിക്കണ കണ്ട. എന്ത് രസാണ് കാണാൻ. ഇന്ന് പാങ്ങണെങ്കിൽ നിങ്ങൾ കാഞ്ഞങ്ങാട് വരണോ അല്ല അനസേ? ആ അനസ് കാഞ്ഞങ്ങാടുക്ക് പരിത്യസ്തായി നോക്കുന്നു അതില്ലേ. നല്ല മനോഹരമായ നല്ല നല്ല ബിൽഡിങ്ങും കടകളും. ആഹാ എന്ത് രസം. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടെ കുറിച്ചൊന്നും പറയാനില്ല ഇല്ലേ? അനക്കെന്തെങ്കിലും പറയാണ്ട? രസമൊക്കെ കാണാൻ. പ്രത്യേകിച്ച് ആ റോഡ് സൈഡിലത്തെ വലിയ മരങ്ങള് നമ്മള് വെട്ടാണ്ട് അങ്ങനെ നിലനിർത്തിയത് ആ ഒരു മനോഹരമായ കാഴ്ചയാണ്. വരുന്ന ഹൈവേയിലോ നമ്മൾ വരുന്ന റോഡിലൊക്കെ ഉള്ള വലിയ മരങ്ങളൊക്കെ വെട്ടും ഇല്ലേ? ഇല്ല അനസ? അത് ശരിയല്ലേ? ആ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലേ റോഡ് സൈഡിൽ തണലായിട്ട്, അത് ഭയങ്കര ഇഷ്ടമായി. ഈ കാഞ്ഞങ്ങാട് വന്നപ്പോൾ അത് നല്ല മൊഞ്ചുള്ള പരിപാടിയാണ്. ഞാൻ കുറേ ശ്രദ്ധിക്കുന്നത്, കുറേ സ്ഥലത്ത് വലിയ വലിയ മരങ്ങളവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പാങ്ങളാണ്. ഇപ്പം ഭയങ്കര പാങ്ങാന്ന് പറഞ്ഞു. എന്ത് രസം, മനോഹരമായ കാഴ്ചകൾ എന്ന് പറഞ്ഞത്. ഒരു വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മരച്ചൂട്ടിൽ നമ്മൾ നോക്കാം. അതിപ്പോൾ ഹൈവേയിലൊന്നും കിട്ടൂല. അത് പോട്ടെ, ഹൈവേ കൊണ്ട് അങ്ങനെ പൊട്ട വിചാരിച്ചു അല്ലേ? അങ്ങനെ വിചാരിക്കാം അല്ലേ? അപ്പം അടുത്ത ഷോപ്പിക്ക് പോവാണ്. അടുത്ത ഷോപ്പ് എവിടെ അനസേ? നീലേശ്വരം. അപ്പം അടുത്ത കേസ് നീലേശ്വരത്തേക്കാണ് പോണത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ പറയില്ല, ആ മരങ്ങൾ പ്രത്യേകിച്ചൊരു ഭംഗിയായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും. അങ്ങനെ എന്താ പറയുക, മരങ്ങൾ വെച്ചോളൂ, തണലുണ്ടാവും എന്നാണ് നമ്മൾ ചെറുപ്പം കാലം മുതൽ പഠിച്ചു വന്നത്. അപ്പോൾ ഉപകാരമൊക്കെ പെട്ടുണ്ട് അല്ലേ? പണ്ട് വെച്ചുള്ളതൊക്കെ ആണ് അല്ലേ? പണ്ട് ആരും വെച്ചതാണ്. ഇനി ചിലവരൊരു കിളി നൂറിട്ടാന്നൊക്കെ പറയൂ. അതൊക്കെ സത്യം അറിയില്ല. സത്യാണോ? ആ കിളിയോട് ചോദിക്കണോ? അതല്ലാത്ത കാര്യം. ആ അനസ് പറഞ്ഞൊരു പോയിന്റാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യുക. അത് കമന്റിൽ ഒന്ന് ശ്രദ്ധിക്കുക. അനസ് പറഞ്ഞത് കിളിനോട് ചോദിക്കണമെന്നാണ് അനസ് പറഞ്ഞല്ലേ. അപ്പൊ പ്രത്യേകിച്ച് കമന്റ് ശ്രദ്ധിക്കുക. എന്താ രസം. പാലം നോക്കുക. സംഭവം ഡാമാ.